ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ഈ സമ്മേളന കാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ബില്ലിൽ സമവായമുണ്ടാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും ഇതിന്മേൽ വിശദമായ ചർച്ചകൾക്കായി പാർലമെന്ററി കമ്മിറ്റിക്കോ ജെപിസിക്കോ അയക്കാൻ ആലോചിക്കുന്നതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിന് ഇതിനോടകം തന്നെ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായി ജെപിസി ചർച്ച നടത്തും. എല്ലാ സംസ്ഥാനങ്ങളിലെയും സൈദ്ധാന്തികരെയും സ്പീക്കർമാരെയും ചർച്ചയിൽ ഉൾപ്പെടുത്തും. സാധാരണ ജനങ്ങളുടെ അഭിപ്രായങ്ങളും തേടും. സമവായമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ സംവിധാനത്തിലേക്കുള്ള മാറ്റം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന വിലയിരുത്തലുകളും സർക്കാരിനുണ്ട്. അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുമ്പോൾ കുറഞ്ഞത് 6 ബില്ലുകളെങ്കിലും ഭരണഘടന ഭേദഗതിക്കായി ആവശ്യമായി വരും. ഇത് പാസാക്കിയെടുക്കാൻ സർക്കാരിന് പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷവും ആവശ്യമാണ്. ബിജെപിയെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല അത്. നിലവിൽ രാജ്യസഭയിൽ എൻഡിഎക്ക് 112 അംഗങ്ങളാണുള്ളത്. പ്രതിപക്ഷത്തിന് 85. 2/3 ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ 16 വോട്ടെങ്കിലും എൻഡിഎക്ക് ലഭിക്കണം. ലോക്സഭയിൽ ആകെയുള്ള 545 സീറ്റിൽ 292 അംഗങ്ങളാണ് എൻഡിഎക്കുള്ളത്. 364 പേരുടെ പിന്തുണയാണ് ലോക്സഭയിൽ ആവശ്യം. 2014 ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതു മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രീതി സമയവും പണവും നഷ്ടപ്പെടുത്തുന്നതാണെന്നാണ് ബിജെപിയുടെ വാദം. ഇടയ്ക്കിടെയുള്ള തിരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ ഇത് അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ആശയം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. അതേസമയം 2029 ശേഷം മാത്രമേ പദ്ധതി നടപ്പാക്കാൻ സാധിക്കൂവെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നേരത്തെ പറഞ്ഞത്. 18 ഭരണഘടനാ ഭേദഗതികളും കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. 170-ാം നിയമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ, നിയമസഭ, തദ്ദേശ തിരഞ്ഞെടുപ്പുകളെല്ലാം ഒരുമിച്ച് നടത്തിക്കൊണ്ട് ചിലവ് കുറയ്ക്കാനുള്ള നീക്കമായാണ് കേന്ദ്ര സർക്കാർ ഇതിനെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ നിയമസഭ, ലോക്സഭ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. അങ്ങനെ നടത്തേണ്ടി വരുമ്പോൾ നിലവിൽ വ്യത്യസ്ത കാലയളവുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിയമനിർമ്മാണ സഭകളുടെ കാലാവധി എങ്ങനെ ഒരുപോലെ അവസാനിപ്പിക്കുമെന്നതടക്കമുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. ചിലവ് കുറയ്ക്കൽ മാത്രമാണോ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന സംശയം ഈ ആശയം അവതരിപ്പിച്ചപ്പോൾ മുതൽ പലരും ഉന്നയിക്കുന്നുണ്ട്. ഒട്ടും പ്രായോഗികമല്ലാത്ത ആശയമാണ് ഇതെന്നാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് വിമർശിക്കുന്നത്. 2014 ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഈ ആശയത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ സമിതിയെ നിയോഗിച്ചത്. കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. 1951-52 മുതൽ 1967 വരെയുള്ള കാലയളവിൽ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു നടത്തിവന്നിരുന്നത്. അതിനുശേഷം ആ രീതി തകരുകയും തിരഞ്ഞെടുപ്പുകൾ ഏതാണ്ട് എല്ലാ വർഷവും നടത്തേണ്ടി വരികയോ ഒരു വർഷത്തിൽ വ്യത്യസ്ത സമയങ്ങളിലായി നടത്തേണ്ടതായോ വന്നു. ഇത് സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യത ഏൽപ്പിക്കുന്ന ഒന്നായി മാറി. സുരക്ഷാ സൈന്യങ്ങളെയും മറ്റ് ഉദ്യോഗസ്ഥരെയും അവരുടെ പ്രാഥമിക ചുമതലകളിൽ നിന്ന് മാറ്റി ദീർഘകാലത്തേക്ക് തിരഞ്ഞെടുപ്പും അനുബന്ധ ജോലികളിലേക്കും നിയോഗിക്കേണ്ടതായും വന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിനാൽ ദീർഘകാലത്തേക്ക് വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിടുന്ന സാഹചര്യമുണ്ടായി. എല്ലാ വർഷവും തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമ്പ്രദായത്തിന് അറുതി വേണമെന്നും ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്ന കാലത്തേക്ക് മടങ്ങണമെന്നും നിയമ കമ്മീഷന്റെ 170-ാം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് നിയമ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാനാകില്ല. എങ്കിലും മറ്റ് സാഹചര്യങ്ങളിൽ നിയമസഭകളിലേക്ക് വെവ്വേറെ തിരഞ്ഞെടുപ്പ് നടത്തുകയെന്നത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായി കാണണം. നിയമം എന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നാകണം. ലോക്സഭ, നിയമസഭ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2015 ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും 2 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ശുപാർശ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചത്. പദ്ധതി നടപ്പാക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.